റാഹത്തന്നെയല്ലേ? സുഖം തന്നെയല്ലേ? എന്താ വർത്താനൊക്കെ? വിശേഷങ്ങളൊക്കെ റാഹത്താണോ? അൽഹംദുലില്ലാഹ്. എന്നാ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് പറയും. റാഹത്തല്ലേ? റാഹത്തില്ലേ? എന്നാ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹ്. ഒന്ന് ഉഷാറായിട്ട് പറയും. അൽഹംദുലില്ലാഹ്. അതൊക്കെ നല്ല റാഹത്തിൽ എല്ലാവരും ചൊല്ലിയില്ലേ? ഉസ്താദ് കുറച്ച് നേരത്തെ പോണ്ടി വന്ന് അത് അതിന്റെ ഭാഗം പൂർത്തിയാക്കിയില്ലേ ഇന്നലെ? അല്ല പിന്നെ പെട്ടെന്നേ നമ്മളെ റേഞ്ച് പോയി. കാടിന്റെ ഉള്ളിലേക്ക് പിന്നെ കേറിയതോടുകൂടി റേഞ്ച് പോയി. അപ്പോ റേഞ്ച് പോയപ്പോ പിന്നെ ലൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബന്ദിപൂരി പറഞ്ഞ സ്ഥലത്തിന്റെ കുറച്ച് ഇപ്പുറത്ത്, അഥവാ മൈസൂര് കാട് തുടങ്ങുന്നതിന്റെ തൊട്ടുപുറത്ത് വെച്ചിട്ടായിരുന്നു ലൈവ് വേണ്ടിയിരുന്നത്. അവിടെ തന്നെ പോയിക്കാൻ കാരണം 9 മണിയാകുമ്പോഴത്തേനും എന്താവും, അവിടെ അടക്കും. നല്ല രസമാട്ടോ അതിലുള്ള യാത്ര. രാത്രി വേണ്ട, പകല് പോയിക്കൊണ്ടി കേട്ടോ. നല്ല രസമാണ് അതിലൂടെയുള്ള യാത്ര. എന്തോ റാഹത്തരങ്ങ. കുറെ മൃഗങ്ങളൊക്കെ കാണാം. ആന കാണാം. പിന്നെ പുള്ളിമാന കാണാം. കുറെ കാട്ടുപോത്തിനെ കാണാം. കുറെ മൃഗങ്ങളെ കാണാം. കടുവനെ കാണാം. പേടിണ്ടാ? എന്നാലും അൽഹംദുലില്ലാഹ് ലൈവ് മുടങ്ങില്ല. വലിയ ഭാഗം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ലൈവ് മുടങ്ങാനും പറ്റില്ല. എന്നാലും കാട് വിട്ട് കിടക്കും വേണം. 9 മണിയായി കാട് അടക്കും, ഗേറ്റ് അടക്കും. പിന്നെ രാവിലെ വരെ അവിടെ സൊസൈറ്റി ഇരിക്കണ്ടേ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് പോയി ലൈവ് ഇല്ല സ്ഥലം ഇങ്ങനെ ലൈവിന് റേഞ്ച് ഇല്ല സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചു. ലൈവ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ സാധാരണ നെറ്റ് മതി. പക്ഷെ ലൈവ് കൊടുക്കണമെങ്കിൽ സാധാരണ നെറ്റ് പോരാ. സാധാരണ നെറ്റ് പോരാന്ന് പറഞ്ഞാൽ കുറച്ച് നെറ്റ് ഫാസ്റ്റുള്ള സ്ഥലമാണ്. നല്ല ഫാസ്റ്റുള്ള സ്ഥലമാണ്. നല്ല ഫാസ്റ്റുള്ള സ്ഥലം അല്ലെങ്കിൽ എന്താവുന്നു, കട്ടാവും. ലൈവ് കട്ടാവും. കേൾക്കുന്ന ആളുകൾക്ക് കിട്ടും. അപ്പൊ ആ ലൈവിനുള്ള നല്ല റേഞ്ചിൽ നല്ല ഫാസ്റ്റുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഏരിയയിൽ കണ്ടുപിടിച്ചു. അവിടെ തന്നെ വാഹനം നിർത്തി അവിടുന്ന് ലൈവ് നടത്തി. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി 8:45 പിന്നെ വണ്ടി എടുക്കല്ലാതെ വേറെ മാർഗമില്ല. കാരണം 9 മണിക്ക് അവിടെ ഷട്ടർ ക്ലോസ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് 8:45 8:50 55 ആയപ്പോൾ നമ്മൾ ആ കാർഡ് പാസ് ചെയ്തു. അപ്പോ ഉള്ളിലെത്തി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കിട്ടൂലല്ലോ. അപ്പൊ അവിടെയാണ് നെറ്റ് ഓഫ് ആയത്, ലൈവ് കട്ടായത്. മനസ്സിലായോ? അപ്പൊ അവിടെ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും എന്നാണ് ഉസ്താദ് വിശ്വസിക്കുന്നത്. ഞങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നിങ്ങൾ ചൊല്ലിയില്ലേ? അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. എന്നാലും അള്ളാഹ് നമ്മൾ എത്ര സ്തുതിക്കണം കേട്ടോ. കാരണം ലൈവ് നടന്നല്ലോ. സുബഹിയായപ്പോത്തിന് എത്തി, വീട്ടിലെത്തി. സുബഹിയുടെ ടൈം ആയപ്പോത്തിന് വീട്ടിലെത്തി. യാത്രയൊക്കെ റാഹത്തായി 2 ദിവസം. അൽഹംദുലില്ലാഹ്. പിന്നെ നല്ല യാത്ര. നമ്മുടെ കൂട്ടുകാരന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി. കൂട്ടുകാരൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ ലൈവ് കഴിഞ്ഞ് ഇങ്ങനെ പോരുന്ന സമയത്താണ് കൂട്ടുകാരന്റെ ഫോൺ കോൾ വന്നത്. ഉസ്താദേ സുഖാണോ എന്ന് ചോദിച്ചിട്ട് വലിയ സന്തോഷമായി. കേട്ടപ്പോ വലിയ സന്തോഷമായി. ശബ്ദം കേട്ടപ്പോ അൽഹംദുലില്ലാഹ് റാഹത്തായി. ഞങ്ങൾ അത്ര അടുത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം ഓഫീസ് വരെ ലൈവാക്കി ഞാൻ പോയത്. അത് അത്രയും ബന്ധമാണ്. അത്രയും ബന്ധം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ മരണപ്പെട്ട സമയം, എന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് അന്ന് അറിവിനിലാവുന്ന തുടങ്ങിയില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയത് 2 കൂട്ടുകാരാണ്. പിന്നെ ഓല് ഫുൾ ടൈമിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മാന്റെ മയ്യത്ത് ഞാൻ കബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കബറിന്ന് ഞാൻ മുകളിലേക്ക് കേറുന്നത് ഓലെ കൈയൊടിച്ചിട്ടാണ്. അത്രയും അടുത്ത ബന്ധങ്ങൾ, അത്രയും അടുത്ത ബന്ധമാണ്. ഒരു നല്ല സൗഹൃദ ബന്ധമാണ്. ഉള്ളില് ചതിയില്ല, വേറെ ഒരു ഉദ്ദേശമല്ല. അങ്ങനെ നല്ലൊരു സ്നേഹബന്ധമാണ്. അള്ളാഹു ഈ ബന്ധങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കട്ടെ. അങ്ങനത്തെ ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും പലർക്കും. അങ്ങനത്തെ ആത്മബന്ധങ്ങൾ വേണം ഏത് സമയത്തും. അതാണല്ലോ അവർക്കൊരു വിഷമം വരുമ്പോൾ അത് നമ്മുടെ കൂടി വിഷമാണ്, അത് നമ്മുടെ കൂടി പ്രയാസമാണ്, നമ്മുടെ കൂടി സങ്കടമാണ്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഓൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. രാവിലെ 9 മണിക്കാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. അപ്പൊ അതിന്റെ മുന്നേ സുബൈക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. സുബൈക്ക് അവിടെ എത്തി. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ബോധം തെളിഞ്ഞു എന്നറിഞ്ഞേക്കാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നത്. നേരെ മൈസൂരിൽ പോയി. മൈസൂരിൽ ഞാൻ സ്ഥലം പറയുന്നത് നഞ്ഞങ്ങാടി, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ അമീർ ഖാന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് അങ്ങോട്ടാണ്. ആ വീട്ടിൽ ചെന്നു. നമ്മളെ മജ്ലിസുകൾക്കൊന്ന കുടുംബാണ്. അള്ളാഹുൽക്ക് ബർക്കത്തായിട്ട് അമീർ ഖാൻ, അവരുടെ ഭാര്യ, അവരുടെ പെങ്ങള്, അവിടുത്തെ അമ്മോശന്, അവരുടെ ഭർത്താവ്, മക്കള്, അവിടുത്തെ മക്കള്, മരുമക്കള്, പേരമക്കള്, അൽഹംദുലില്ലാഹ് അങ്ങനെ അവരുടെ ഒരു വീടിന് കുറ്റിയടിക്കണം എന്നുള്ളത് പോലെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ അവിടെ വീടിനെ കുറ്റിയടിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പുറത്ത് തന്നെ കുഴൽ കിണർ കുഴിക്കാണ്ടിനി അവിടെ
അവിടെയും കുറ്റിയടിച്ച് അവിടെ നിന്ന് ദുആ ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞൊക്കെ തന്നെ കുയൽക്കിണർ അടി തുടങ്ങി ചെയ്തു പോലെ അൽഹംദുലില്ലാ വെള്ളടി തുടങ്ങി. നമ്മൾ ആ ബന്ദിയൂര് കാടിന്റെ അവിടെ എത്തി, ബന്ദിപൂര് കാടിന്റെ അവിടെ എത്തി. അവിടെ ലൈവിന് ഞാൻ ഇബ്രാഹിം ഇങ്ങനെ ലൈവിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കാണ്. അപ്പോഴാണ് ഓല് ഫോട്ടോ അയച്ചു തരുന്നത്. ഉസ്താദെ അൽഹംദുലില്ലാ ഇപ്പൊ ദുആർന്ന് പോയ സ്ഥലമാണല്ലോ, അൽഹംദുലില്ലാ ഉസ്താദെ വെള്ളം കണ്ടുട്ടോ എന്ന് പറഞ്ഞ് നല്ല വെള്ളം 300 അടിയോളം താത്തിയാൽ വെള്ളം കിട്ടും പറഞ്ഞു. അൽഹംദുലില്ലാ ഒരു 150-60 ആയപ്പോ തന്നെ നല്ല വെള്ളം കിട്ടി, നല്ല സന്തോഷം അറിഞ്ഞു. അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആ വീടിന്റെ കുടിൽക്കൽ കഴിഞ്ഞിട്ട് അവിടെ അറിഞ്ഞില്ലാവ് ലൈവ് നടത്താൻ പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ ഇടയ്ക്ക് നല്ല ക്ഷീണുണ്ട്, ഇനി യാത്രയാണല്ലോ. അപ്പൊ പോകുമ്പോ നല്ലൊരു പുഴയൊക്കെ കിട്ടി, നല്ലൊരു അടിപൊളി പുഴ. ആ പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാ പോയത്. പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാ പോയത്. നല്ല രസന യാത്ര. അൽഹംദുലില്ലാ ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു വരുന്നത് ആ യാത്രയാണെങ്കിലും ആ യാത്രയിൽ എന്ത് ചെയ്തില്ല, നമ്മുടെ ലൈവ് മുടങ്ങിയില്ല. അത് അള്ളാഹു നല്ല റാഹത്തിൽ നടത്താൻ അള്ളാഹു തൗഫീഖ് തന്നു, അള്ളാഹു തൗഫീഖ് തന്നു. കൂടുതൽ നേരം കുളിച്ചാനൊന്നും അയച്ചില്ല. ഉസ്താദ് ഇന്ന് ലൈവ് ഇല്ലാട്ടോ എന്ന് പറഞ്ഞ ഇങ്ങനെ പേടിപ്പിച്ചും. പുഴയിൽ കുളിച്ചുമ്പോളേ ഇടയ്ക്കോലും ഇങ്ങനെ പേടിപ്പിക്കും, ഇന്ന് ലൈവ് നടക്കണട്ടോ, ഇന്ന് ലൈവ് നടക്കണട്ടോ പറഞ്ഞ ഇങ്ങനെ പേടിപ്പിക്കും. നീന്തറിയോ? നീന്തൊക്കെ പഠിക്കണം. നമ്മളൊന്ന് പൊയിലിറങ്ങി നീന്തുമ്പോത്തിന് ഒരു പേടിപ്പിക്കും. ഉസ്താദേ ഇന്ന് ലൈവ് നടക്കണട്ടോ, ലൈവ് നടക്കണട്ടോ. നമുക്ക് തിരിയല്ലോ ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്നല്ലേ. അപ്പൊ അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ കുളിച്ച് നല്ല സന്തോഷമായി. അവിടെ ചെന്നപ്പോ മൈസൂർ ബിരിയാണി ഉണ്ട്. മൈസൂർ ബിരിയാണി എന്താ ടേസ്റ്റ് അറിയുന്നത്? നല്ല അടിപൊളിയായിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും കൂടെ പോന്നെ ഇബ്രാഹിക്കാക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. പാവാണ്, തിരക്കുകൾക്കിടയിലൊക്കെ ഒക്കെ മാറ്റി വെച്ച് പോരും. അൽഹംദുലില്ലാ അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മൈസൂർകാരൊക്കെ ഉണ്ടാവും ഇതിൽ ലൈവ് കേൾക്കുന്നോല്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നല്ല കൂട്ടുകാരെ വേണം, നല്ല കൂട്ടുകാരികളെ വേണം. നിങ്ങളൊക്കെ നല്ല കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കണം. നിങ്ങളൊക്കെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ആണുങ്ങൾ അവർക്ക് പറ്റിയ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. സ്ത്രീകൾ അവർക്ക് പറ്റിയ നല്ല കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കണം. കളങ്കതയുണ്ടാവരുത്. ഒരിക്കൊരു വിഷമം വന്നാൽ അത് നമ്മുടെ വിഷമാണ്, ഒരിക്കൊരു സന്തോഷം വന്നാൽ അത് നമ്മുടെ സന്തോഷമാണ്. അങ്ങനെ കഴിയണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുള്ള ജീവിതം വേണം. മനസ്സിലായല്ലോ? അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് ഓഫീസിൽ കുറച്ച് വൈകിട്ട് എത്തിയത്, കുറച്ചേരം ഉറങ്ങിപ്പോയി. ഒന്നാണെങ്കിൽ ശനിയാഴ്ചയാണ്, നല്ല തിരക്കാണ്. ഒരുപാട് ആളുകൾ വന്നിരുന്നു. അള്ളാഹുലൊക്കെ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കട്ടെ. കുറെ സാധാരണ രാവിലെ ഞാൻ ഓഫീസിൽ എത്താറുണ്ട്. ഇന്നിപ്പോ കുറച്ച് വൈകിട്ട് എത്തിയത്. വൈകിട്ട് എന്ന് പറഞ്ഞ 11 മണി കഴിഞ്ഞു കാണാം. കുറച്ച് ഉറങ്ങിപ്പോയി. യാത്രയല്ലേ, വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ കയ്യും കാലം നീട്ടി ഉറങ്ങുമ്പോൾ സുഖം വേറെ തന്നെയാണല്ലോ. അപ്പൊ എന്താണെങ്കിൽ ജന്നുവിന് സ്കൂളിൽ ലീവേനി. പിന്നെ അവളെ കൂടെ അങ്ങനെ കുറച്ചേരം അങ്ങനെ കടന്ന് കുറച്ചേരം ആളുകൾ ഓഫീസിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. വിഷമമെങ്കിൽ പൊരുത്തപ്പെടുക. അള്ളാഹുലൊക്കെ വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ. എല്ലാവരും വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ. എല്ലാവരും വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞ യാത്ര അൽഹംദുലില്ലാ റാഹത്തായി, സന്തോഷമായി. അള്ളാഹു ഖൈറിലാക്കട്ടെ കേട്ടോ. അള്ളാഹു ഖൈറിലാക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് മൈസൂർക്ക് ഒരു യാത്ര കൂടി പ്രതീക്ഷിക്കാം. ടൂറിനല്ല, നമ്മളൊരു വേറൊരു കൂട്ടുകാരുടെ കട നോക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതൊന്നും തുടങ്ങി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ മൈസൂർ ബിരിയാണി സൂപ്പർ ആട്ടോ, കഴിക്കണം. മൈസൂർകാരോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി. അടിപൊളിയാ, നല്ല ഫുഡാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഫുഡും നല്ല ഉഷാറാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. മൈസൂർ ബിരിയാണി പ്രത്യേകിച്ച് അടിപൊളിയാ. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതാണ് വിശേഷങ്ങളൊക്കെ. നിങ്ങളോട് എനിക്ക് പറയുള്ളൂ. നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ യാത്ര പോയത്. അപ്പൊ നിങ്ങളോട് തന്നെ എന്റെ സന്തോഷം പറയണ്ടേ. ഉസ്താദ് യാത്ര പോണ സമയത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ വന്നപ്പോ മൂപ്പരും ഉണ്ടണില്ല, അങ്ങനെ കരുതാൻ പാടില്ലല്ലോ. അപ്പൊ എല്ലാം റാഹത്ത് തന്നെയാണ്, എല്ലാം സന്തോഷമാണ്, എല്ലാം സന്തോഷം കേട്ടോ. റാഹത്താണ്. നിങ്ങൾ ദ്വാരിക്കും എന്നറിയാം, അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. മനസ്സിലായല്ലോ? നിങ്ങൾ ദ്വാരിക്കും എന്നറിയാം, നിങ്ങൾ മനസ്സറിഞ്ഞ് ദ്വാരിക്കുന്നു നല്ലോണം അറിയാം. ഇത്ര ആളുകളെ ദ്വാരുന്ന നിങ്ങൾക്ക് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ.